പകുതി വില തട്ടിപ്പിൽ നോർത്ത് പറവൂരിൽ നൂറുകണക്കിന് ആളുകളാണ് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ജനസേവാ സമിതി ട്രസ്റ്റാണ് ഈ തട്ടിപ്പിന് ഇടനില നിന്നത്. ഈ തട്ടിപ്പിനെതിരെ ഇപ്പോൾ തട്ടിപ്പിന് ഇരയായവർ ഒന്നുചേർന്ന് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരിക്കുകയാണ്. സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് നൂറുകണക്കിന് പേരാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഏകദേശം 700-ലധികം ആളുകൾ ഇപ്പോൾ തന്നെ ഈ പരാതികളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ട്രസ്റ്റുമായിട്ട് നിങ്ങളൊക്കെ എന്നാ പൈസ കൊടുത്തിരുന്നത്? ഏപ്രിൽ 4-ാം തീയതി. ഏകദേശം 1 വർഷം ആവാറല്ലേ? അതെ അതെ. ഇതുവരെ തന്നില്ല. ഇടയ്ക്ക് ചോദിക്കുമ്പോൾ എന്തായിരുന്നു അവർ പറഞ്ഞോണ്ടിരുന്നത്? അവര് വണ്ടി തരാൻ തന്നെ പറഞ്ഞോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ന്യൂസിൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ ന്യൂസ് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എല്ലാവരും വയലന്റ് ആയിട്ട് പിന്നെ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോഴും അവർ പറയണത് അവരറിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല, നിങ്ങൾക്ക് വണ്ടി തരുമെന്ന് തന്നെ പറഞ്ഞോണ്ടിരുന്നത്. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് എങ്ങനെ അറിഞ്ഞത്? അതിപ്പോ രൂപീകരിച്ചതാ. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ എല്ലാവരും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂടാന്നും പറഞ്ഞുകൊണ്ട്. എത്ര പേരുണ്ട് ഇപ്പം? കറക്റ്റ് അറിയില്ല. ഏകദേശം 100ഓളം പേരുണ്ട്. നിരവധി സ്ത്രീകളാണ് ഈ തട്ടിപ്പിന് ഇരയായി. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നിങ്ങളൊക്കെ എന്ന് പൈസ കൊടുത്തതായിരുന്നു? ഏപ്രിൽ കൊടുത്തതാണല്ലേ? ഇവിടേക്ക് ആർക്കെങ്കിലും സ്കൂട്ടർ കിട്ടിയതായിട്ട് അറിയാമോ? കിട്ടി. കസിനൊക്കെ കിട്ടിയതാണ്. അങ്ങനെ ആ വിശ്വാസത്തിലാണ് കൊടുത്തല്ലേ? എത്ര രൂപ നഷ്ടപ്പെട്ടു? 62,000. എത്ര പേരായി ഇപ്പൊ നമ്മള് ഗൂഗിൾ ഷീറ്റ് ആ ഗ്രൂപ്പിലുണ്ടാക്കിയ ഗൂഗിൾ ഷീറ്റാണ് ഈ കാണുന്നത്. അതിൽ 776 പേര് കണ്ടോ കാശ് കൊടുത്തത്. അത് പല ഇതിനും കൊടുത്തിട്ടുണ്ട്. ജെഎസ് ട്രസ്റ്റിന്റെ അക്കൗണ്ടിന്റെ അങ്ങനെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ട്രസ്റ്റിലാണോ കാശ് കൊടുത്തത് അതോ ഈ അനന്തകൃഷ്ണനാണോ കാശ് കൊടുത്തത്? നമ്മളിവിടെ പറവൂർ ഇപ്പൊ GSS എന്ന് പറഞ്ഞു കൊടുത്തതിനാൽ GSS ട്രസ്റ്റിന്റെ പേരിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടിലേക്കാണ് കൊടുത്തത്? അവരുടെ അക്കൗണ്ടിലോട്ട്. പിന്നെ ഒരു 3 പേരടങ്ങുന്ന ജോയിന്റ് അക്കൗണ്ടിലോട്ടായിട്ടും 2 അക്കൗണ്ടിലോട്ടായിട്ടാണ് എല്ലാവരും കാശ് കൊടുത്തത്. അത് മധു, മേരി CJ, ശശിധരൻ, ഈ 3 പേരുടെ ജോയിന്റ് അക്കൗണ്ടിലോട്ടാണ് ആദ്യം ഫണ്ട് കൊടുത്തത്. അതിനുശേഷമാണ് GSSലോട്ട്. ആ സൊസൈറ്റി രൂപീകരിച്ചതിന് ശേഷമാണ് സൊസൈറ്റിക്ക് അക്കൗണ്ട് ഇടുകയാണ്. അപ്പോഴാണ് സൊസൈറ്റിയുടെ അക്കൗണ്ടിലോട്ട് അയക്കണത്. നേരിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. അതിനിവിടെ ആരും അനന്തകൃഷ്ണനെ നേരിട്ട് അറിയില്ല, അയാളുടെ അക്കൗണ്ട് നമ്പർ അറിയില്ല, ഒന്നും അറിയില്ല. സമിതിയാണ് പറയണത് അനന്തകൃഷ്ണന് ഞങ്ങൾ കാശ് കൊടുത്തിട്ടുണ്ട്, ആ തട്ടിപ്പിൽ അകപ്പെട്ടു പോയിന്ന്. അത് അവര് വാക്കാല് പറഞ്ഞിട്ടുള്ളൂ. അവര് അതിനു വേണ്ടിയുള്ള ഈ ഡോക്യുമെന്റ് ആയിട്ട് അവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റോ ഒന്നും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. പിന്നെ കിട്ടിയിരുന്നു. ഇവരന്ന് നമ്മൾ അവരുടെ ഓഫീസിൽ ചെന്ന സമയത്ത് അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് CSR ഫണ്ട് എന്നുള്ളൊരു ഫണ്ട് ഇവർക്ക് കിട്ടിയിട്ടില്ല. പകരം നമുക്ക് വന്ന ഫസ്റ്റ് ബാച്ചിന് വണ്ടി കൊടുത്തതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബാച്ചിന്റെയും കൂടി പേയ്മെന്റ് റോൾ ചെയ്തിട്ടാണ് ചെയ്തതെന്നാണ് ഇവർ ആദ്യം നമ്മളുടെ അങ്ങനെയല്ല ഇതിൽ വന്നതെന്നാണ് ആദ്യം അവർ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് കാശ് കൊടുത്തിട്ടുണ്ടാവുക? അതെ 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 അതെ. നമ്മളിപ്പോ എങ്ങനെ വന്നാലും ഒരു വണ്ടി 1,20,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറങ്ങേണ്ട വണ്ടി 60,000 രൂപയ്ക്ക് കിട്ടുന്നു. നമുക്കത് ലോൺ എടുത്താലും നമുക്ക് ആ വണ്ടി ഭയങ്കര ലാഭകരമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളും അത് ചെയ്തത്. ഞാനടക്കം എല്ലാവരും പണയം വെച്ച് വരെ ചെയ്ത ആളുകളുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ മെയിൻ നമ്മളിതിലേക്ക് ഇറങ്ങുന്നത്. ലോൺ എടുത്ത് കൊടുത്ത് അവസാനം ഒരു 2,000 വണ്ടിയുടെ പൈസ വാങ്ങിച്ചു. അവനിപ്പോ ഇത്രയും കുഴപ്പമാക്കിയത്. ആദ്യത്തെ കൊടുത്തൂല, ഇത് വാങ്ങിച്ചതും അവരിൽ നിന്ന് പോയി. ആർക്കൊന്നും കിട്ടാണ്ടായി പോയി. എന്തായാലും സ്ത്രീകളായിട്ട് നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പറവൂരിന് സമീപ പ്രദേശങ്ങളിലെയും ആളുകളാണ് ഇവർ ഈ ജനസേവാ ട്രസ്റ്റ് വഴി പണം അടച്ചവരാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇവരിപ്പോൾ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് നിയമപോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. വീരുവിനൊപ്പം SN ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.